ആ മോരിങ്ങടുത്തെ. അടുത്ത വർഷത്തെ പിറന്നാൾ ഇങ്ങനെയൊന്നുമല്ല, അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ. വളരെ കേവമായിട്ട് നടത്തണമെന്നാ ഞങ്ങൾക്കൊക്കെ. ഈ ആഘോഷങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ആ, മാധവൻകുട്ടിയുടെ അളിയന് എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? ഓ, അദ്ദേഹത്തിനോ? PWDയിലെ വലിയ ഉദ്യോഗസ്ഥനാ. ഓ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ? അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്യൂണാണ്. അളിയനും മുരിങ്ങയ്ക്ക് വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇട്ടുകൊടുക്കടി. അളിയോ, പതുക്കെ കഴിച്ചാ മതി, തൊണ്ടേ തങ്ങും. വെറുതെ ഞാനും മുരിങ്ങയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ മുരിങ്ങയ്ക്ക ചവച്ച് തന്നെയാ തിന്നാറ്. നിങ്ങളെപ്പോലെ വിഴുങ്ങൊന്നുമല്ല. കുറച്ച് നേരായിട്ട് സഹിക്കാണ്. നിങ്ങൾ അപമാനിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങി പോകുന്നൊന്നും വിചാരിക്കണ്ട. അച്ഛൻ എന്നെ ഓഫീസിൽ വന്ന് നേരിട്ട് ക്ഷണിച്ചിട്ട് തന്നെയാ ഞാൻ ഈ സദ്യക്ക് വന്നിരിക്കുന്നത്. മനുഷ്യന് നാണം കിടത്തം വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. വരാതിരുന്നൂടെ? നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ, മാധവൻകുട്ടി. അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. മാധവൻകുട്ടി, കുടിച്ചാ വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാൽ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കാൻ എവനാര്? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണ. ഇങ്ങോട്ട് ഇതെന്തായി കാണിക്കുന്നത്? ഹരി, അവൻ 2 എണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിയാ പറ്റി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ, പച്ച പാവം. കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. ഗോവിന്ദേട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയപ്പളെ. കമലു ചേച്ചി അവളെ ഇടിച്ച് ആ കണ്ണ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിനെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണെന്ന്. പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന് അനാവശ്യം പറയാറുണ്ടല്ലോ. കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ? നീ പോടാ. നായിന്റെ മോനെ. ഇല്ല 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 ഇല്ല. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18ാമത്തെ അടവ് പൂഴിക്കടകൻ. ശാരീരിക ബന്ധം. അത് വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണമെന്ന്. ബോധത്തോടുകൂടി തന്നെ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദയ്ക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറിക്കും. അതെ, സമയാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കണേ. ഗോവിന്ദന്റെ കാര്യം പറ. എന്നാ തെളിച്ച് പറയാം. ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ. നീ അവനെ നശിപ്പിക്കും. കണാ, മതം പൊട്ടിയ ആന പോലും തോട്ടി കൊണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഗോവിന്ദേട്ടാ, ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ PhD എടുത്തവനാടാ ഈ ഗോവിന്ദൻ. ഇല്ല, സംശയമൊന്നുമില്ല. എന്നാ ചെല്ല്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ചെല്ല്.
ഒന്നേട്ടാ ഇങ്ങനെ ഏയ്